ബാങ്കിങ് സേവനങ്ങളെ പരിചയപ്പെടുന്ന ഈ അധ്യായത്തിൽ എനിക്ക് ചോദിക്കാനുള്ളത് ഈ സേവിങ്സ് അക്കൗണ്ടുകളെ പറ്റിയും കറണ്ട് അക്കൗണ്ടുകളെ പറ്റിയുമാണ്. ആർക്കൊക്കെയാണ് സേവിങ്സ് അക്കൗണ്ടുകൾ ആവശ്യം, ആർക്കൊക്കെയാണ് കറണ്ട് അക്കൗണ്ടുകൾ ആവശ്യം, എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം, ഇതുകൊണ്ടുള്ള പ്രയോജനം എന്തൊക്കെ? തീർച്ചയായിട്ടും ഇത് പറയുമ്പോൾ എനിക്കിപ്പോൾ 28 വർഷത്തെ സർവീസായിട്ട് ഞാൻ VRS എടുത്ത ആളാണ്. 93 ജൂലൈയിൽ ബാങ്കിൽ കയറിയ ആളാണ്. പക്ഷേ 2014 ആഗസ്റ്റ് 15 ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ മാറ്റത്തിൻ്റെ തുടക്കമായിരുന്നു. പ്രധാനമന്ത്രി ജൻധൻ യോജന എന്ന് പറയുന്ന ഒരു സ്കീം അദ്ദേഹം ആവിഷ്കരിച്ചു. അതുവരെയും ബാങ്കുകൾ എങ്ങനെ ഇത് ചെയ്യും, എന്താണ് എന്നൊന്നും അറിയാത്തിടത്ത് ഈ ന്യൂ ജനറേഷൻ ബാങ്കുകാരൊക്കെ 5000, 2500, 10,000 മിനിമം ബാലൻസ് വെച്ചുകൊണ്ടിരുന്നിടത്ത് അവർക്ക് സീറോ ബാലൻസ് അത് നിർബന്ധിതരായി എന്നുള്ളതല്ല. ഒരു എന്തൊക്കെ ഇത് കിട്ടുന്നുണ്ടോ, ഒരു ബാങ്കിൽ നിന്ന് 5000 രൂപ എല്ലാം മിനിമം ബാലൻസ് പറഞ്ഞ് എന്തൊക്കെ കിട്ടുന്നുണ്ടോ അതൊക്കെ ഏതൊരു സാധാരണക്കാരനും കിട്ടുന്ന രീതിയിലായി. കാര്യം ബാങ്കിലൊരു അക്കൗണ്ട് തുടങ്ങിയിട്ട് ഒരു ഡെബിറ്റ് കാർഡ് വാങ്ങിച്ചാൽ ആ ആൾക്ക് ഒരു പ്രീമിയം പോലും ഇല്ലാണ്ട് 2 ലക്ഷം രൂപയുടെ ആക്സിഡൻ്റ് ഇൻഷുറൻസ് കവറേജ്, അതൊരു നിർണായക തീരുമാനമായിരുന്നു. അതുകൂടാണ്ട് 330 രൂപയും 12 രൂപയത്ത് പ്രീമിയം വെച്ചിട്ട് വർഷ പ്രീമിയം, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന, സുരക്ഷാ ബീമാ യോജന, ആക്സിഡൻ്റൽ ഡെത്തും നാച്ചുറൽ ഡെത്ത്. ഇപ്പം ഞാൻ കർണാടകത്തിൽ വർക്ക് ചെയ്തിരുന്നു മാനേജരായിട്ട്. ആ സമയത്ത് മത്സ്യത്തൊഴിലാളികൾ വളരെയധികം ആൾക്കാർ അവരുടെ അടുത്ത് പറഞ്ഞിട്ട് ഈ അക്കൗണ്ട് എടുപ്പിച്ചു. അപ്പോൾ എല്ലാവർക്കും സീറോ ബാലൻസ് എന്ന് പറയുമ്പോൾ ഇൻട്രസ്റ്റ് ആണ്, സീറോ ബാലൻസ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഇൻട്രസ്റ്റ് ആണ്. പക്ഷേ ഈ സീറോ ബാലൻസ് അക്കൗണ്ട് തുടങ്ങിയിട്ട് അവർക്കും പ്രയോജനമില്ല, ബാങ്കിനും പ്രയോജനമില്ല സത്യം പറഞ്ഞാൽ. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ ഒരു ഉചിതമായ തീരുമാനം. അതൊരു അക്കൗണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ എപ്പോഴാണെങ്കിലും ഇവർ ബാങ്കിൽ വന്നിരിക്കും. ഒരു കാർഡും വെച്ചിട്ട് അവർ വന്നില്ലെങ്കിൽ അവരുടെ അടുത്ത തലമുറയെങ്കിലും വന്നിരിക്കും. അത് വെച്ചിട്ട് അവിടെ പിന്നെ ഞാൻ ബാങ്കിൽ പോകും. അത് മാത്രമല്ല, ഈ ജൻധൻ യോജന അക്കൗണ്ടുകൾ തുടങ്ങിയപ്പോൾ ഇതേ സംശയം. ഈ ജൻധൻ യോജന അക്കൗണ്ടുകൾ ഇറക്കിയ സമയത്ത് ഞാൻ ബാങ്കിങ് സെക്ടറിലാണ്. ഞാൻ ഒരു കമ്പനിയുടെ ബാങ്ക് ചാനൽ ഇൻഷുറൻസ് നോക്കിക്കൊണ്ടിരിക്കുക. അന്ന് പിന്നെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ബാങ്കിൽ, എൻ്റെ പാർട്ണർ ബാങ്കിൽ 5000 രൂപയായിരുന്നു മിനിമം ബാലൻസ് വേണ്ടത്, ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടത്. അന്ന് വലിയ തോതിൽ കാരണം ഈ അക്കൗണ്ട് ഓപ്പണിങ്ങിന് നല്ല പ്രഷർ ഉണ്ടാവുമല്ലോ ന്യൂ ജനറേഷൻ ബാങ്ക്. ജീവനക്കാരെല്ലാം ഈ ജൻധൻ യോജന അക്കൗണ്ടുകൾ പലരുടെ പേരുകളിലായിട്ട് എടുക്കുന്ന ഒരു ട്രെൻഡ് ആണ്. പക്ഷെ പിന്നീട് പല ആനുകൂല്യങ്ങളും ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ മാറ്റിയപ്പോൾ ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടായി. ഇപ്പൊ മോദിയുടെ പണം വാങ്ങാൻ പോവുക എന്നൊരു ട്രെൻഡ് ഉണ്ട്. എവിടെ പോയെന്ന് ചോദിച്ചാൽ മോദിയുടെ പണം വന്നു നോക്കാൻ പോയതാണ് എന്ന് പറയും. അതെല്ലാം ഈ ജൻധൻ യോജന അക്കൗണ്ടുകളിലേക്കാണ് വന്നത്. മറ്റേത് ഒരു കുടുംബത്തിൽ ആർക്കെങ്കിലും 1-2 പേർക്കായിരിക്കും ബാങ്ക് അക്കൗണ്ട് ഉണ്ടാകുക. ഇത് വന്നതോടുകൂടി എല്ലാവരും ബാങ്ക് അക്കൗണ്ടിന്റെ ഉടമസ്ഥരായി മാറി. അവർക്കെല്ലാം ATM കാർഡ്, ഡെബിറ്റ് കാർഡുകൾ, റുപ്പേ കാർഡുകളൊക്കെ ലഭിക്കാൻ വലിയ മാറ്റമായിരുന്നു. അത് വലിയ മാറ്റം. ഇത് പറഞ്ഞപ്പോൾ ഒരു തമാശ കൂടി പറയട്ടെ. ആൾക്കാർ വരുമ്പോൾ ഏത് രാഷ്ട്രീയമാകട്ടെ മോഡിയുടെ പണം വന്നു എന്നാണ് ചോദിക്കുന്നത്, ആരും ആകട്ടെ. പക്ഷേ ഒരു സത്യം പറയട്ടെ, BJPക്കാർക്ക് കേരളത്തിൽ ഇത് വോട്ടാക്കാൻ പറ്റിയിട്ടില്ല. ഇത് കട്ട് ചെയ്യരുത്, ജസ്റ്റ് പറയണം. കാര്യം അവർക്ക് പോലും ബാങ്കിൽ സാധാരണക്കാർക്ക് വേണ്ടി മോഡി കൊണ്ടുവന്ന സ്കീം എന്താണെന്ന് പബ്ലിക്കിൻ്റെ അടുത്ത് വിശദീകരിക്കാൻ അവരെ കൊണ്ട് സാധിച്ചിട്ടില്ല. അതേസമയം മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഇത് വിശദീകരിച്ചിട്ട് തീർച്ചയായിട്ടും എല്ലാവരും അറിയണം. രാഷ്ട്രീയമല്ല ഇതിൽ പറയും, എല്ലാ ജനങ്ങളും അറിയണം. അതിലും വലിയ വിപ്ലവകരമായ ഒരു തീരുമാനം എന്താണെന്നറിയാം സാറേ, സാധാരണക്കാരറിയാത്തത്. അതിനകത്ത് അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഇയാളുടെ ട്രാൻസാക്ഷൻ നോക്കിയിട്ട് 5000 രൂപ വരെ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി കൊടുക്കാം. അത് ആർക്കും അറിയാത്തതാണ്. ആർക്കും അറിയാത്തത്, അതല്ലേ പറഞ്ഞ 5000 രൂപ വരെയും. അത് പ്രധാനമന്ത്രി ജൻധൻ യോജനയല്ല, അതല്ലാണ്ട് വേറെ ട്രാൻസാക്ഷൻ ഉള്ള അക്കൗണ്ട് ആണെങ്കിലും ബാങ്കിന് അതിന് പലിശയുണ്ട്, ഫ്രീ അല്ല, പലിശയുണ്ട്. 12-13% ഒരു എന്ന് പറഞ്ഞിട്ടുള്ള പലിശയുണ്ട്. എങ്കിലും ഒരു സമയത്ത് തീരമുട്ട് വരുമ്പോൾ 5000 തീരമുട്ടല്ല. ഇതിൽ ചില കേസുകളിൽ കൃത്യമായിട്ട് ട്രാൻസാക്ഷൻ ചെയ്യുന്നവൻ കൊണ്ട് ഡെബിറ്റ് കാർഡ് ഇട്ടിട്ട് കാശ് അക്കൗണ്ടിലുണ്ടോ എന്ന് നോക്കിയാൽ എത്രയുണ്ടെന്ന് അറിയില്ല, മൊബൈലിലൊന്നും ഇല്ല, നോക്കാൻ പറ്റുന്നില്ല. 1000 രൂപ ഇട്ട് വലിച്ചു കഴിഞ്ഞാൽ 1000 രൂപ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ്റെ അക്കൗണ്ട് 200 രൂപയുള്ളൂ. 800 രൂപ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി വന്ന ആൾക്കാരുണ്ട്. എനിക്ക് പേഴ്സണലി അറിയുന്ന ഓട്ടോമാറ്റിക്കലി വരും. 5000 രൂപ അത് ബാങ്കുകളിൽ കൊടുത്തിരിക്കണം. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പല സ്കീമുകളും ബാങ്കുകളിൽ ഇന്ന ആൾക്കാർ എലിജിബിൾ ആണെന്ന് പറഞ്ഞ് ലിസ്റ്റ് വരിക. അത് ഈ 2014 ശേഷം വന്ന മാറ്റമാണ്. പക്ഷേ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, ഒരു എഴുതത്തള്ളലും ഇപ്പോൾ നടക്കുകയില്ല. ഒരു ലോണിലും എഴുതിത്തള്ളൽ അത് ഇതെന്ന് പറഞ്ഞ് നടക്കില്ല. അത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. അതെന്താണ് അതിൽ വരുന്ന ഗിമ്മിക്കുകളൊന്നും പിന്നെ ചർച്ച ചെയ്യാം. ഈ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി 5000 രൂപ അതുപോലെ തന്നെ വന്നതാണ്. ഇതുപോലെ SBI അക്കൗണ്ട് തുടങ്ങിയ സ്ട്രീറ്റ് വെൻഡേഴ്സിന് 10000 രൂപ പലിശയില്ല ലോൺ കൊടുക്കുന്നു. അത് പിന്നെ 20,000 ആയിട്ട് ഉയർത്തി. ഞാൻ റിട്ടയർ ആകുമ്പോഴത്തേക്കും കുറേ പേർക്ക് കൊടുത്തിരുന്നു പാലക്കാട്. 20,000 രൂപയായിട്ട് ഉയർത്തി. 20,000 രൂപയ്ക്ക് പലിശ ഇല്ലാണ്ട് സാറേ കിട്ടണത്. 20,000 രൂപ ഇവർ കൈവായ്പ, ഈ പറഞ്ഞ 3-4% സാധാരണ ഇവരൊന്നും ബാങ്കിൽ നിന്ന് 20,000 രൂപ ലോൺ എടുക്കുകയല്ലേ. ഇവർ ഇത് വട്ടിപ്പലിശക്കാരോടാണ് വാങ്ങിക്കണമെങ്കിൽ ഈ 10,000 20,000 രൂപ എന്ത് പലിശ കൊടുത്തിരിക്കണം? മനസ്സിലായി. പക്ഷേ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഈ ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട്
പേടിഎമ്മും ഗൂഗിൾ പേയും ഫോൺ പേയും ഒക്കെ വന്ന സമയത്ത് വാർത്തയിൽ വന്നൊരു വാർത്ത എനിക്കുണ്ട്. എറണാകുളത്തൊരു ഈ ഉന്തുവണ്ടിയിൽ കച്ചവടം ചെയ്യുന്ന ഒരു അതിഥി തൊഴിലാളി ഈ മറ്റേ ഗൂഗിൾ പേയുടെ സ്കാനിങ് ഇത് ബോർഡ് വെച്ചിട്ട് വിൽക്കുന്ന വലിയ വാർത്ത കൊടുത്തു. ഡിജിറ്റലായി എന്ന് പറഞ്ഞാൽ എന്താ ഒരു അത്ഭുതമായിരുന്നു. പക്ഷെ ഇപ്പൊ നോക്കൂ, ഈ മീട്ടാപ്പാൻ വിൽക്കുന്നവർ വരെ ഗൂഗിൾ പേയിൽ പേയ്മെന്റ് സ്വീകരിച്ചു. എല്ലാ മുക്കിലും മൂലയിലും ജംഗ്ഷനുകളിലും പോലും ഗൂഗിൾ പേയിൽ പണം സ്വീകരിക്കുന്ന ഒരു അവസ്ഥ വന്നു. അത്രത്തോളം മാറ്റം മലയാളിക്ക്, ഇന്ത്യക്കാർക്ക് മലയാളിക്കല്ല ഈ കാര്യത്തിലൊന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ തിരുപ്പതി പോകാറുണ്ട്. തിരുപ്പതി ഒരു പ്രാവശ്യം ഞാനും ഫാമിലിയായിട്ട് പോയിട്ട് വരുമ്പോൾ ഒരിടത്ത് കരിക്ക് കുടിക്കാനായിട്ട് നിർത്തി. അപ്പോൾ 500 നോട്ടേ ഉള്ളു കയ്യിൽ. ഒരു ചേച്ചി കരിക്ക് കൂട്ടി കുടിക്കാൻ ഞങ്ങൾ 4 പേരും കുടിച്ചു കഴിഞ്ഞപ്പോൾ 500 ചേഞ്ചില്ല. എന്നാൽ ചേച്ചി ഈ കാർഡ് ഇങ്ങോട്ട് എടുത്ത് തന്നു. ഇതിലൊന്നൊരു സ്കാൻ ചെയ്ത് വിട്ടോളാൻ. കുഗ്രാമം തിരുപ്പതിയിൽ നിന്ന് വരുമ്പോഴത്തേക്കും കാട്ട്പാടി വരുന്നതിനിടയ്ക്ക് കുഗ്രാമത്തിലെ റോഡ് സൈഡിൽ വിൽക്കുന്നവരുടെ കയ്യിൽ പോലും ഈ QR സ്കാനറാണ്. വലിയ മാറ്റമാണ്. അത് വേറൊന്നും കൂടിയുണ്ട്. ഈ QR സ്കാനർ കൊടുക്കാനുള്ള ബാധ്യതകൾ പോലും ബാങ്ക് ജീവനക്കാരുടെ കയ്യിലായിരുന്നു. മനസ്സിലായി? അവർ ചെയ്തിരിക്കണം. കസ്റ്റമർക്ക് അത് ചെയ്യാൻ അറിയില്ലെങ്കിൽ നമ്മളത് പ്രിന്റർ വെച്ച് QR സ്കാനർ വെച്ച് കൊടുക്കണം. അത്രയും ഉത്തരവാദിത്തം ബാങ്കിങ്ങിൽ കൊടുത്തു. പക്ഷേ ഇതോടൊപ്പം ഒന്ന് പറയട്ടെ, ഈ ബാങ്കുകളിലെ ആവശ്യത്തിന് ജീവനക്കാരുണ്ടോ എന്നുള്ളത് നോക്കുന്നില്ല. ഈ പലതിലും വരുന്ന പ്രശ്നം അത്. ഈ കസ്റ്റമർ വരുമ്പോഴത്തേക്കും അത് അവരെ ഹാൻഡിൽ ചെയ്യാനുള്ള ജീവനക്കാരില്ല. ബാങ്ക് ജീവനക്കാരുടെ ജോലി വളരെ ബുദ്ധിമുട്ടാണ്. 9 മണിക്ക് ഡ്യൂട്ടി കയറിയാൽ രാത്രി 9 മണി 10 മണി ആയാലും ഇറങ്ങാൻ പറ്റാത്ത ഓഫീസർമാർക്കും മാനേജർമാർക്കും ഉണ്ട്. ഞാനിത് അനുഭവിക്കുന്നതാണ്. എൻ്റെ പെങ്ങള്, എൻ്റെ സഹോദരി ഒരു ബാങ്കിന്റെ മാനേജറാണ്. ബാങ്കെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. 9 മണിക്ക് വിളിക്കുമ്പോഴേ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ പറയും ഇറങ്ങിയില്ലേ, ഇറങ്ങാൻ പോന്നേ ഉള്ളൂ എന്ന് പറയുന്നത് നമ്മൾ കാണുന്നുണ്ട്. ചില ദിവസങ്ങളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കുട്ടികളെ നോക്കാൻ പറ്റത്തില്ല, വീട് നോക്കാൻ പറ്റത്തില്ല. പക്ഷെ അവര് അത്രത്തോളം ശമ്പളം വാങ്ങുന്നുണ്ട്. അതിനനുസരിച്ച് ബാങ്കിങ് മേഖലയിൽ ജീവനക്കാർക്ക് ശമ്പളവും അല്ല. ബാങ്കിങ് മേഖലയിലെ ജീവനക്കാർക്ക് ഇത് അതിനേക്കാളും കൂടുതലാണ് വേറെ മേഖലയിൽ. ഞാനിപ്പോൾ ഓപ്പൺലി പേര് പറയുന്നില്ല, ഇതായിട്ട് പറയാം. ഇതിൽ പ്രേക്ഷകരോട്, ഇപ്പോൾ ബാക്ക് മീഡിയയുടെ പ്രേക്ഷകരോടൊരു കാര്യം എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, നിങ്ങൾ ബാങ്കിങ്ങിൽ പോകുമ്പോഴത്തേക്കും എപ്പോഴും അവർ നിങ്ങളുടെ അനിയന്മാരായിട്ടോ അല്ലെങ്കിൽ അനന്തവരായിട്ടോ അല്ലെങ്കിൽ മക്കളായിട്ടോ കാണുക. കാര്യം അവർ ഭയങ്കര നീറിപ്പോഞ്ഞായിരിക്കും അതിനകത്തിരിക്കണം. അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ഈ അക്കൗണ്ടബിലിറ്റി, ഒരു ആപ്ലിക്കേഷനിൽ ഒരാൾ ഒപ്പിടാണ്ട് ആപ്ലിക്കേഷൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഒരു ഇൻസ്പെക്ഷൻ വന്നിട്ട് SBI അക്കൗണ്ട് ഓപ്പണിംഗ് ആകട്ടെ, ഇതിൽ ഒപ്പില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഈ ആളെ കണ്ടുപിടിച്ച് ഒപ്പിടിക്കുന്നവരെയും ഇത് ഇൻസ്പെക്ഷൻ ഓപ്പണിംഗ് കിടക്കും. എങ്കിലും ബാങ്കിങ് മേഖലകളിൽ ചില ജീവനക്കാരുണ്ട്. ഞാൻ പറയട്ടെ, ഒരുമാതിരിയുള്ള ബാങ്ക് ജീവനക്കാരൊക്കെ ഇപ്പോൾ വളരെ സഹകരണ മനോഭാവത്തോടെ പെരുമാറുന്നവരാണ്. പക്ഷെ അവരെ പൈസ ഉള്ളവരോട് കാണിക്കുന്ന ആറ്റിറ്റ്യൂഡ് അല്ല പൈസ ഇല്ലാത്തവനോട് കാണിക്കുന്നത്. രണ്ട് ആറ്റിറ്റ്യൂഡാണ്. അത് പറയാതിരിക്കാൻ വയ്യ ജീവനക്കാർ. ഇപ്പോൾ സാർ ജീവനക്കാരനായിരുന്നു എന്ന നിലയിൽ സാർ ഇത് പറഞ്ഞപ്പോൾ എനിക്കിത് പറയാതിരിക്കാൻ പറ്റില്ല. സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ജൻധൻ അക്കൗണ്ടിൽ പെൻഷൻ കിട്ടിയോ എന്ന് ചോദിച്ച് ചെല്ലുന്നവരോട് കാണിക്കുന്ന ആറ്റിറ്റ്യൂഡ് അല്ല അവിടെ ബിസിനസ് ചെയ്യുന്ന ഒരാൾ അവിടെ കയറി ചെല്ലുന്നു. അവർക്ക് രണ്ട് പ്രിവിലേജ് കൊടുത്തോട്ടെ. അത് ചില വ്യക്തികളേ ഉള്ളൂ, എല്ലാവരും ഇല്ല. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എല്ലാവരെയും ഒരുപോലെ കണ്ടു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അല്ല, ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇതിനിടയിൽ എനിക്കുണ്ടായ ഒരു അനുഭവമാണ്. ഞാൻ ഒരാവശ്യവുമായിട്ട് ഒരു ബാങ്കിൽ വിളിക്കുന്നു. അപ്പോൾ എന്നെ നന്നായി അറിയാവുന്ന ബാങ്ക് ജീവനക്കാരനെയാണ് ഞാൻ വിളിക്കുന്നത്. പുതിയ മാനേജറാണ്. ഫോൺ കൊടുത്തപ്പോൾ അദ്ദേഹം ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ട് സംസാരിക്കും. പിന്നീട് എനിക്ക് അവിടെ പോയിട്ട് അദ്ദേഹമായിട്ട് സംസാരിക്കേണ്ടിയൊക്കെ വന്നു. അങ്ങനെയുള്ള ജീവനക്കാരും ഉണ്ട്. കാര്യം ഒരു ബാങ്കിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായ ഒരു ചെറിയ പിഴവാണ്. അത് പരിഹരിക്കാൻ ഞാനായിട്ട് അങ്ങോട്ട് വിളിച്ചതാണ്. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ചില പെരുമാറ്റങ്ങൾ അത് ചിലപ്പോൾ എല്ലാവർക്കും ഒന്ന് ഉൾക്കൊള്ളാനോ ഇഷ്ടപ്പെടാനോ കഴിഞ്ഞു എന്ന് വരില്ല. അതെന്തോ ആയിക്കോട്ടെ, ചിലപ്പോൾ അദ്ദേഹത്തിന്റെ പ്രഷർ ആയിരിക്കാം, എന്തോ ആയിക്കോട്ടെ. ബാങ്ക് ജീവനക്കാരൊക്കെ എന്തായാലും നല്ല രീതിയിൽ പെരുമാറുന്നവരാണ് എന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. അപ്പോൾ നമ്മൾ ചോദിച്ചുകൊണ്ട് വന്നത് സേവിങ്സ് അക്കൗണ്ടുകളെ പറ്റിയാണ്. ഇപ്പോൾ സേവിങ്സ് അക്കൗണ്ടിൽ ചില ബിസിനസ്സുകാരുണ്ട്, അവർക്ക് കറണ്ട് അക്കൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല, അതിനെ സീരിയസ് ആയിട്ട് കണ്ടില്ല. പക്ഷെ അവരുടെ സേവിങ്സ് അക്കൗണ്ടിൽ ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ അവർ ഒരുപാട് നടത്തും. അവർക്ക് ചിലപ്പോൾ അദ്ദേഹത്തിന്റെ പൈസ ആയിരിക്കില്ല, അങ്ങോട്ട് എടുത്തു കൊടുക്കാനൊക്കെയുള്ള ലക്ഷ്യങ്ങളൊക്കെ ചിലപ്പോൾ വന്നു പോകും, ഇതിനെക്കുറിച്ച് ചിന്തിക്കാതെ. ഇങ്ങനെ വരുന്നത് ദൂരവ്യാപകമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. തീർച്ചയായിട്ടും ഉണ്ടാക്കും. എന്തായിരിക്കും ആ പ്രശ്നം? ആ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്രയും വരുമാനം വന്നു എന്ന് കമ്പ്യൂട്ടർ കാണിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് തന്നെ ചോദിക്കുകയാണ്, എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ 6 മാസത്തിനകം സേവിങ്സ് അക്കൗണ്ടിൽ ഒരു 30 ലക്ഷം രൂപയുടെ ട്രാൻസാക്ഷൻ നടന്നു വന്നിരിക്കട്ടെ, എനിക്ക് എന്താ ആയിരിക്കും അതുകൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നം? അത് 30 ലക്ഷത്തിന് ടാക്സ് എത്ര വരും? ഒരു വർഷം 30 ലക്ഷം രൂപ സാറിൻ്റെ ഇൻകം ആണെന്ന് കാണിക്കുകയാണെങ്കിൽ എന്തുവാട്ടെ, അതിൻ്റെ ടാക്സ് എത്രയാണ്? അത് കൊടുക്കാൻ സാറ് ബാധ്യസ്ഥനാണ്. അത് ഉറപ്പായും ടാക്സ് ആയിട്ട് വരും. ഇല്ലെങ്കിൽ അതിന് വിശദീകരണം കൊടുക്കണം, അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കണം. പക്ഷേ അതിനേക്കാളും നല്ലത് എപ്പോഴും നമ്മൾ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ പലരും QR കോഡ് വെക്കുന്നവർ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഒരു വരുമാനം 5 ലക്ഷത്തിൽ കൂടുതലാണ് ഒരു വർഷം എന്നുണ്ടെങ്കിൽ, 5 ലക്ഷം അല്ല, ഇപ്പോഴത്തെ കാലത്ത് 2.5 ലക്ഷം, 2.5 ലക്ഷത്തിൽ കൂടുതൽ വരുമാനമാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. അപ്പം നമ്മൾ സേവിങ്സ് അക്കൗണ്ടിനെ കറണ്ട് അക്കൗണ്ടിനെ കുറിച്ചുള്ള സംശയമാണ്. അപ്പോൾ കറണ്ട് അക്കൗണ്ട് ആർക്കൊക്കെയാണ് കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും? ആർക്കും ചെയ്യാം. ഇപ്പോൾ ചില ബിസിനസ് വേണമെന്നില്ല. ഇപ്പം മതവിഭാഗം, ഞാൻ ലക്ഷദ്വീപ് വർക്ക് ചെയ്ത ആളാണ്. 2001 2005
ഒരു ബാങ്കേ ഉണ്ടായിരുന്നുള്ളൂ, ഞങ്ങളുടെ സിൻഡിക്കേറ്റ് ബാങ്ക് ഇപ്പോഴില്ല, കാനറ ബാങ്ക് മർജായി. ആ ലക്ഷദ്വീപിൽ മിക്ക ആൾക്കാരും, കാര്യം അവർക്ക് പലിശ വാങ്ങിക്കാൻ പാടില്ല, മിക്ക ആൾക്കാരും കറണ്ട് അക്കൗണ്ടാണ് ഓപ്പൺ ചെയ്തത്. വ്യക്തികൾക്ക് കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതായത് ഇൻട്രസ്റ്റ് ഹറാമാണെന്ന് വിശ്വസിക്കുന്നവർ, അല്ലാണ്ട് അങ്ങനെയുള്ളവർക്കും. അല്ലാണ്ട് പെട്ടെന്ന് ഇപ്പോൾ SB അക്കൗണ്ടുകളിലൊക്കെ ഇതുണ്ട്, സാറ് പെട്ടെന്ന് പോയിട്ട് എനിക്ക് 10 ലക്ഷം വിഡ്രോ ചെയ്യണമെന്നെല്ലാം പറഞ്ഞാൽ നടക്കില്ല. കാര്യം ഒരു മാസം ഇത്രയും വിഡ്രോ ചെയ്യാൻ പാടില്ല, അതിൽ കൂടുതൽ അങ്ങനെയൊക്കെ കുറേ റെസ്ട്രിക്ഷൻ ഉണ്ട് SB അക്കൗണ്ടിൽ. അതിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ അതിനൊക്കെ ചാർജ് വരും. പക്ഷേ കറണ്ട് അക്കൗണ്ടിൽ ആ ഒരു ഇതില്ല. കറണ്ട് അക്കൗണ്ടിൽ ഇപ്പോൾ നാഷണലൈസ് ബാങ്കുകളിൽ എനിക്കൊന്ന് മിനിമം ബാലൻസ് 5000 രൂപ, 5000 ആവറേജ് ബാലൻസ് 5000 കയ്യിലൊരു 5000 രൂപയും പാൻ കാർഡും ആധാർ കാർഡും ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും കറണ്ട് അക്കൗണ്ട് തുടങ്ങാം. അഡ്രസ്സ് തെളിയിക്കുന്ന പ്രൂഫ്. അപ്പം അതൊരു വലിയ ടാസ്ക് ഉള്ള കാര്യമല്ല. കടയുടെ ടാസ്ക് അല്ല, ശരിക്കും കറണ്ട് അക്കൗണ്ട് ബാങ്കിന് ലാഭമല്ലേ? പലിശ കൊടുക്കണ്ടല്ലോ. പലിശ കൊടുക്കണ്ടോ എന്നുള്ളതല്ല, സർവീസ് ചാർജ് കിട്ടുന്നുണ്ട്. കറണ്ട് അക്കൗണ്ട് ബാങ്ക് ഇത് ചെയ്യുന്നതിന് സർവീസ് ചാർജ് ഉണ്ട്. ഓക്കെ. അപ്പം കറണ്ട് അക്കൗണ്ടുകളും സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളും നമ്മുടെ വ്യത്യാസം. ഈ ഡിമാറ്റ് അക്കൗണ്ടുകളെ കുറിച്ച്, ഡിമാറ്റ് അക്കൗണ്ടുകൾ നമുക്ക് ഷെയർ വാങ്ങിക്കാനാണ്. അതിൽ എല്ലാ ബാങ്കുകളും ഡിമാറ്റ് അക്കൗണ്ടുകൾ ഇത് ചെയ്യുന്നുണ്ട്. അത് പ്രത്യേകമായിട്ട് നമ്മൾ ഏത് ഷെയറാണോ അപ്ലൈ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് പ്രത്യേക വിങ് കാണും. അത് പറഞ്ഞിട്ട് നമ്മുടെ SB അക്കൗണ്ടിൽ നിന്ന് ആ എമൗണ്ട് ബ്ലോക്ക് ചെയ്യും. ആ ബ്ലോക്ക് ചെയ്യുന്ന ഒരു ഗുണം എന്താ വെച്ചാൽ ആ എമൗണ്ടിന് നമുക്ക് പലിശ കിട്ടിക്കൊണ്ടിരിക്കും. ഇനി അഥവാ ആ ഷെയർ ഇഷ്യൂ ആയില്ലെങ്കിൽ നമുക്ക് ആ എമൗണ്ട് തിരിച്ചു വരും. അതേസമയം നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഷെയർ കിട്ടിയില്ലെങ്കിൽ തിരിച്ചു വരാൻ കുറച്ച് കാലതാമസം വരും, നമുക്ക് പലിശ നഷ്ടമാകും. ചിലർ 1 ലക്ഷം 2 ലക്ഷം രൂപയൊക്കെ ആയിരിക്കും അപ്ലൈ ചെയ്യുന്നത്. ഇന്നത്തെ കാലത്ത് ഒരു ഷെയർ അപ്ലൈ ചെയ്താൽ അത് കിട്ടണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഈ ബാങ്കുകളിലെ ഡിമാറ്റ് അക്കൗണ്ടുകളാണ് യൂസ് ചെയ്യുന്നത്. ഈ സാലറി അക്കൗണ്ടുകൾ നമ്മൾ കമ്പനിയുടെ ഒക്കെ പേരിൽ കൊടുക്കുന്ന സാലറി അക്കൗണ്ടുകൾ സേവിങ്സ് അക്കൗണ്ട് ഭാഗത്ത് തന്നെ സേവിങ്സ് അക്കൗണ്ട് പോലെ. ഇപ്പൊ കമ്പനിയൊന്നും അല്ല സാർ, ഇപ്പൊ ഇതുണ്ടല്ലോ, സാറിന് 12 സ്റ്റാഫ് ഉണ്ട്, സാറിന് സർട്ടിഫിക്കറ്റ് കൊടുത്ത് ഇവർക്ക് സാലറി അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. സാലറി അക്കൗണ്ട് മിക്കതും 0 ബാലൻസ് അക്കൗണ്ട് ആയിരിക്കും. പല ബാങ്കുകളും കറക്റ്റായിട്ട് സാലറി വരുന്നതും അവരുടെ സിബിൽ ശരിയാണെങ്കിൽ അവരുടെ മന്ത്ലി സാലറിയുടെ 3 ഇരട്ടി വരെയൊക്കെ അവർക്ക് പേഴ്സണൽ ഇത് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് പേഴ്സണൽ ലോണല്ല, പേഴ്സണൽ ലോൺ കൂടുതൽ കിട്ടും. പെട്ടെന്നൊരു എമർജൻസി വന്നു എന്ന് വെച്ചു, എന്തെങ്കിലും ഒരു എമർജൻസി വന്നാൽ അത് ഒരു ഓർഡർ പോലെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ സേവിങ്സ് അക്കൗണ്ടുകളും കറണ്ട് അക്കൗണ്ടുകളും ഡിമാറ്റ് അക്കൗണ്ടുകളും സാലറീസ് അക്കൗണ്ടുമാണ്. നമ്മൾ അതിൽ സേവിങ്സ് അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടുമാണ്. അപ്പോൾ സാധാരണഗതിയിൽ വീടുകളിൽ ഇരിക്കുന്ന സാധാരണക്കാരായ ആളുകൾ അല്ലെങ്കിൽ ശമ്പളം വാങ്ങുന്ന അക്കൗണ്ടുകളൊക്കെ സേവിങ്സ് അക്കൗണ്ടുമായി മുന്നോട്ട് പോവുക. ട്രാൻസാക്ഷൻ ഒരുപാടൊക്കെ നടത്തുന്നവരാണെങ്കിൽ നിങ്ങൾ കുറച്ച് ഫീസൊക്കെ ബാങ്കിന് കൊടുക്കാനും പലിശ. ട്രാൻസാക്ഷനും അല്ല, ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിസാര എന്തെങ്കിലും പപ്പടം ഉണ്ടാക്കി വെക്കുന്നവരും എന്താണെങ്കിലും അവർ എന്ത് ബിസിനസ് ചെയ്യുന്നോ അവർ തീർച്ചയായിട്ടും കറണ്ട് അക്കൗണ്ട് തുടങ്ങണമെന്നല്ല. കാര്യം എന്ന് വെച്ചാൽ കറണ്ട് അക്കൗണ്ടിനകത്ത് നമുക്ക് നമ്മുടെ എക്സ്പെൻസ് കാണിക്കും. ഒരു അക്കൗണ്ടൻറ്റിൻ്റെ അടുത്ത് പോയാൽ ഇലക്ട്രിസിറ്റി ചാർജ്, നമുക്ക് വെഹിക്കിൾ, അതൊക്കെ കാണിക്കും. SBയിൽ അത് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ഇതുണ്ട്. എന്തായാലും സേവിങ്സ് അക്കൗണ്ടിൻ്റെയും കറണ്ട് അക്കൗണ്ടുകളും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ വേറെ ഒന്നുണ്ട്, ഈ വീട്ടിൽ വെച്ച് നോട്ട് വെച്ചിട്ട് എലി കരണ്ടാൽ അതിന് വാല്യൂ ഇല്ല. എന്തെങ്കിലും അല്ല, നടന്ന സംഭവം. നോട്ട് നിരോധിച്ചാൽ അതിന് വാല്യൂ ഇല്ല. നോട്ട് നിരോധിച്ച വാല്യൂ ഉണ്ട്, ആര് പറഞ്ഞില്ല? അല്ല, അതൊരു കാലഘട്ടം കഴിഞ്ഞാൽ അത് ഉണ്ട്, അങ്ങനെയാണല്ലോ. ഒരു കാലഘട്ടം കഴിഞ്ഞാൽ ഒരു സാധനത്തിനും വാല്യൂ ഇല്ല. ഇപ്പൊ ഈ ഇടയ്ക്ക് വാർത്ത ഉണ്ട്, 2000 രൂപയുടെ 10 നോട്ടുമായിട്ട് പ്രായമായ അപ്പൂപ്പൻ ഇപ്പോഴും കരഞ്ഞുകൊണ്ട് കിടക്കുക, മാറാൻ പറ്റാത്ത. അത് ആ സമയത്ത് ഇത് ചെയ്യണം. വേറൊന്ന് പറയട്ടെ, ഞാൻ കേരളത്തിന് വെളിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു ദിവസം ഒരാൾ ഒരു ബോക്സുകൾ 500ൻ്റെ നോട്ടുകൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇദ്ദേഹം വീട്ടിൽ വെച്ചെടുത്ത് തീ പിടിച്ചതാണ്. അപ്പോൾ ഈ നോട്ടുകൾ വരുമ്പോൾ തീ പിടിച്ചത്, വെള്ളത്തിൽ വീണത്, കരി, അതൊന്നും നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റില്ല. കീറിയത് അതൊക്കെ മാറ്റാം. കാര്യം തീ പിടിച്ചു അല്ലെങ്കിൽ ഒരു മഷി വീണു, അതൊക്കെ ആകുമ്പോൾ ആ നോട്ടിനോടൊരു റെസ്പെക്റ്റ് ഇല്ലാണ്ട് അത് കൈകാര്യം ചെയ്തു. മനസ്സിലായി. അപ്പോൾ അത് എപ്പോഴും, അപ്പോൾ ഈ ജൻധൻ യോജന ഇതിന് പോയപ്പോഴത്തേക്ക് ഒരു സ്ത്രീയുടെ അടുത്ത് പോയപ്പോൾ പ്രായമുള്ള ഒരു അമ്മമ്മയാണ് മനസ്സിലായി. അവർ പറഞ്ഞു, അക്കൗണ്ട് നിങ്ങൾ വന്ന് അക്കൗണ്ട് തുടങ്ങിക്കണം നന്നായി, കാര്യം എൻ്റെ കുറേ നോട്ട് എലി കരേണ്ടതാണെന്ന്. അപ്പോഴാണ് എനിക്ക് എലി കരലാണ്ടിരിക്കാനായിട്ടും ബാങ്കുകളിൽ അക്കൗണ്ട് തുടങ്ങാം. തീർച്ചയായിട്ടും എൻ്റെ ഒരു അഭിപ്രായം, പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ, ഏതൊരു കുട്ടി ജനിച്ചാലും നമുക്ക് 28 കെട്ടുന്ന ഒരു ചടങ്ങുണ്ട്, അല്ലെങ്കിൽ 1 മാസം. ആ കുട്ടിക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ അച്ഛനോ അമ്മയോ മൈനർ ബൈ ഗാർഡിയനായിട്ട് ആ കുട്ടിക്ക് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. കാര്യം ആ കുട്ടി ഒരു 10 വയസ്സോ 12 വയസ്സോ അല്ലെങ്കിൽ അവൻ 18 വയസ്സാവുമ്പോൾ അവൻ അക്കൗണ്ട് എടുക്കുമ്പോൾ അവൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് കാണും, അതിൻ്റെ താഴെ അക്കൗണ്ട് ഓപ്പണിംഗ് ഡേറ്റ് കാണും. അവൻ ജനിച്ച 1 മാസമോ അല്ലെങ്കിൽ മാക്സിമം 1 വർഷത്തിനുള്ളിൽ അവൻ്റെ പേരിൽ അവൻ്റെ അച്ഛനോ അമ്മയോ സാമ്പത്തിക കരുതൽ കാണിച്ചിരുന്നു എന്ന് പറയുമ്പോൾ അവന് കിട്ടുന്ന സന്തോഷം വളരെയധികമാണ്. തീർച്ചയായിട്ടും തുടങ്ങേണ്ടതാണ്. കാര്യം ബാങ്കുകളെന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പേഴ്സുകളാണ്. എന്തായാലും നിങ്ങൾക്ക് ഈ സേവിങ്സ് ബാങ്കുകളോ കറണ്ട് ബാങ്ക് അക്കൗണ്ടുകളോ തമ്മിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. കൃത്യമായി അതിൽ വേറൊന്ന് പറയട്ടെ, ചിലർ വിചാരിക്കും ഒരു ബാങ്കിലെ അക്കൗണ്ട് തുടങ്ങാവുള്ളൂ എന്ന്. അങ്ങനെയില്ല, 2 ബാങ്കുകളിൽ തുടങ്ങാം.
PMJDY വന്നപ്പോഴത്തേക്കും പറഞ്ഞത് 5 ബാങ്കുകളിൽ വരെയും അക്കൗണ്ട് തുടങ്ങിയാലും ഈ കാർഡ് ഇൻഷുറൻസ് കിട്ടുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഒന്നല്ല, ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ഒരു ബാങ്കിലെ മാനേജർ ഏത് രീതിയിലുള്ള ആളാണെന്ന് അറിയില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ 2 ബാങ്കുകളിൽ അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നത് ബുദ്ധിമുട്ടില്ല. അത് നല്ലതായിരിക്കും. സംശയങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കുക. അടുത്ത സെഗ്മെന്റിൽ ഞാൻ ആ ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണെങ്കിൽ സാറിനോട് ചോദിക്കുന്നത്. അല്ല, അത് കമന്റ് ചെയ്യാൻ നോക്കാറുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് പറയാം. ഓക്കെ.